എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈസിയാണ് പൊതുവെ. ഇംഗ്ലീഷ് മാത്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. ബാക്കി സയൻസ് ഏരിയ അതുപോലെ സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും ഓക്കെ ആയിരുന്നു. ആ ഒരു പബ്ലിക് ഹെൽത്തിന്റെ ആ ഒരു ഏരിയ അവിടെ കുറച്ച് പണി കിട്ടിയല്ലേ? കുറച്ച് ടൈറ്റ് ആയിരുന്നു. നമ്മുടെ എക്കണോമിക്സ് ഏരിയക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നു. സബ്ജക്ട് വൈസ് ആണ് തോന്നുന്നത്. സബ്ജക്ട് വൈസ് ആയിട്ടാണ് ചോദിച്ചത് അല്ലേ? ജോഗ്രഫി ഹിസ്റ്ററി ഏരിയകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടൈറ്റ് ആയിരുന്നു. എക്കണോമിക്സ് ഏരിയ കുഴപ്പമില്ല. ഇംഗ്ലീഷും മലയാളമൊക്കെ സെറ്റ് ആയിരുന്നു, എളുപ്പമായിരുന്നു. പിന്നെയുള്ളത് ആണ് കുറച്ചും കൂടി പക്ഷെ വിചാരിച്ച മാതിരി എളുപ്പമല്ല. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് GS-ലാണ്. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ പരീക്ഷ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എക്സാം, എങ്ങനെയായിരുന്നു കുട്ടികൾക്ക് ഫീൽ ചെയ്തത് എന്ന് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചെയ്യാം, ചോദിക്കാം. ബാ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് മാത്സ് കുഴപ്പമില്ലായിരുന്നു. ബാക്കി ഏരിയ നമ്മുടെ സയൻസ് ഏരിയ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സയൻസ് ഏരിയ പ്രിപ്പയർ ചെയ്തവർക്ക് അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. എല്ലാം എളുപ്പമായിരുന്നു. വലിയ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് ടൈമിന്റെ പ്രശ്നം വരുന്നത്. ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളം പോലുള്ള സബ്ജക്റ്റുകളോ? മലയാളം വളരെ എളുപ്പമായിരുന്നു. ഓക്കെ ആയിരുന്നു, സെറ്റ് ആയിരുന്നു. മാത്സും ഏറെക്കുറെ ഓക്കെ ആയിരുന്നു, പക്ഷേ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നു ചില സമയത്ത്. മാത്സിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എക്കണോമിക്സ് ഏരിയ ഒക്കെ എക്കണോമിക്സ് ഏരിയ കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫേഴ്സ് എങ്ങനെ ചോദിച്ചോ? അധികം ചോദിച്ചിട്ടില്ല. ഓക്കെ. ഓവറോൾ എങ്ങനെയുണ്ട്? ഓവറോൾ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. തീരെ എളുപ്പമല്ല എന്നാൽ വലിയ പാടുമല്ലാത്ത രീതിയിൽ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമില്ലായിരുന്നു. മൊത്തത്തില് നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഈ മൂന്ന് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. സയൻസ് അത്യാവശ്യം നല്ല ടഫാണ്. നമ്മുടെ ഹിസ്റ്ററി ഏരിയ, ജോഗ്രഫി ഏരിയ ഒക്കെ വരുമ്പോഴാണ് ജോഗ്രഫി അത്യാവശ്യം ടഫാണ്, പക്ഷേ ഹിസ്റ്ററി കുറച്ച് എളുപ്പമാണ്. നമ്മള് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ഹിസ്റ്ററി എങ്കിൽ പോലും അത്യാവശ്യം ശ്രമിച്ചാൽ നമുക്ക് നമുക്കത് എത്താൻ പറ്റും. കറണ്ട് അഫേഴ്സ് ഏരിയ ചോദിച്ചാൽ കറണ്ട് അഫേഴ്സ് പക്ഷെ കുറവാണ്, അത്രയും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. കറണ്ട് അഫേഴ്സ് പൊതുവെ കുറവാണ്. ചോദിച്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഓവറോൾ ഒരു കറണ്ട് അഫേഴ്സിൽ പൊതുവെ കുറവാണ്. ഞാനിപ്പോ ആലോചിച്ചപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, കറണ്ട് അഫേഴ്സ് പൊതുവെ കുറവാണ്. അതല്ല, നമ്മൾ ഓവറോൾ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് എക്സാം.